പ്രതിപക്ഷ അതെ ഈ പോഞ്ഞ കൊള്ളിയാണ് അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ AK ആന്റണി ഉണ്ട്. അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രയാണം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല. അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് സെൻട്രലിൽ വലിയ നിലയിലെത്തിയിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലുണ്ട്. ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല. അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറച്ചിലെ ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിൻ്റെ എല്ലാ സമുദായത്തെ അറിയിക്കുകയും ചെയ്തിട്ടുള്ള മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ 3 ആളുകളുണ്ട്. അവർ വളരെ സീനിയറായ ആളുകളാണ്. അവരാരും ഇതിനെപ്പറ്റിയൊരു അഭിപ്രായം പറയില്ല. അവരെ അഭിപ്രായം പറയട്ടെ, അപ്പോൾ പറയാം ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ചിലപ്പോൾ ആകാമല്ലോ. അതെല്ലാം ചർച്ചയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ഇപ്പോൾ അവിടെ ഞങ്ങൾ കൂടിയിട്ട് ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം, ഇന്നവർക്ക് സപ്പോർട്ട് അങ്ങനെയുള്ള ആലോചിക്കാനല്ല. സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കൂട്ടായ്മ, അത് നായാടി തൊട്ട് നസ്രാണി വരെ. അതിൽ ചർച്ചയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പറയുന്നൊരു അഭംഗിയാണ്. ചർച്ച ചെയ്തിട്ടൊരു രൂപഭംഗി ഉണ്ടാക്കിയ ശേഷം അതിന് വിശദമായ വിവരം നിങ്ങൾ വിളിച്ചറിയിക്കാം. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഒരു ഐത്തവും ഇല്ല ഞങ്ങൾ തമ്മിൽ. അല്ല, എല്ലാ ഇപ്പം NSSമായിട്ടും ബാക്കിയുള്ള എല്ലാ സംഘടനകളുമായിട്ടും ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. ഇപ്പം മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും. അതല്ലാതെ ഇപ്പം മുസ്ലിം ലീഗ് മാത്രമാണ് ഇങ്ങനൊരു നയമെടുത്ത് പോയിട്ടുള്ളത്. മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരും കേരളത്തിൽ ഒരു സമുദായമോ ഒരു പാർട്ടിയോ എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുമായും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സമുദായ നേതാക്കന്മാരാണെങ്കിലും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ഒരു സമന്വയം ഉണ്ടാക്കും.